ഞാനൊരു ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കുമായിരുന്നു. അപ്പം അവിടുത്തെ ഹോം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണിച്ചു തരാം. ഫ്രണ്ട്ലി ആട്ടോ, ഫ്രണ്ട്ലി. വരിപ്പാ. ദിസ് ഈസ് മൈ വിക്കി. വിക്കി വിക്കി എവിടാ വിക്കി? വിക്കി വിക്കി ബാ ബാ നോക്കിക്കേ, സ്മൈൽ. ഓക്കെ, വിക്കിയാണ്. വിക്കിനെ ഭയങ്കര ഇഷ്ടം. അവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആരെ കണ്ടാലും വാലാത്തി നിന്നാലും എന്ത് കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലിയാണ്. സെക്കൻഡ് സൗണ്ട് കേൾക്കുമ്പോൾ ഇഷ്ടമായി. പുറത്തുനിന്ന് കാണിച്ചത് അകത്ത് കൂട്ടിയിട്ടേക്കുക. എന്താ ഞങ്ങളുടെ കിളിക്കുട്ടികളാണ്, അവരെ കിളിക്കുട്ടികളാണ്. ഉണ്ടോ സൂം ചെയ്ത് കാണിച്ചു. ക്ലിയറല്ലേ? അപ്പം കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുണ്ടോ, കുറേ കിളിക്കുട്ടികളുണ്ട്. ഇതിനകത്ത് തന്നെ ഈ കിളിയുണ്ട്. ഈ കിളി ഉണ്ടോ? ഈ കിളിയുടെ പേരൊന്ന് പറയാമോ? എനിക്ക് അറിയത്തില്ല, കമൻറ്റ് ചെയ്യണേ. ഡാൻസ് കളിക്കും. ഇതിൻ്റെ അകത്ത് ഓരോന്നത്തിനും ഓരോ കിളിക്കുട്ടികളും ഉണ്ട്. അതുണ്ട്. ഇവിടെ കുറേ മരങ്ങളുണ്ട് കണ്ടോ, ഇവിടെ കുറേ മരങ്ങളുണ്ട്. സോ നമുക്ക് എന്തുകൊണ്ടും ഉണ്ടെന്ന് പറയും. ഇതിൻ്റെ അകത്തൊരു ചെടിയുണ്ട്, കാണിച്ചു തരാം. ഈ ചെടി ഉണ്ടോ? ഈ ചെടി അറിയാവോ നിങ്ങൾക്ക്? ഈ ചെടിക്കകത്തുനിന്ന് ഈ പൂ ഉണ്ടോ? ഈ പൂ അറിയാവോ? നല്ല മണം കേട്ടോ. ഞാൻ പറിച്ചിട്ട് ഇതാ, നല്ല പൂവ്, മണക്ക. പിന്നെ ശൈലച്ചൻ്റെ ഒരു മുന്തിരി ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മുന്തിരി ചെടി. ഇത് മുന്തിരി ചെടിയാണ് കേട്ടോ, മുന്തിരിയാണ് കേട്ടോ. ദാറ്റ് ഈസ്, ഞാൻ പൊട്ട് കഴിച്ചില്ലായിരുന്നു. ബീഫ് കറി തന്നെ ഈ വീട്ടിലൊരു ആൻറ്റിയായിരുന്നു. ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മറ്റേ എന്താണ്, മുല്ല. ഇത് മുല്ലച്ചെടിയാണ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, സൂക്ഷിക്കണം. ഇതെങ്കിൽ ഇവിടെ വല്ല പാമ്പും കാണും. സോ ഇതാണ് നല്ല സ്ഥലമാണ്. വേറെ സ്ഥലത്ത് കാണിച്ചു എന്താ മീൻകുട്ടികളാണ്, മീൻകുട്ടികൾ. ഇതിൻ്റെ അപ്പുറത്ത് ഓരോ സെക്ഷൻ ഇട്ടിട്ട് അടിയിൽ ഇതിൻ്റെ അടിയിൽ വീണ്ടും കുറേ ഇതുണ്ട്. എന്താ മീനുകളുണ്ട് കണ്ടോ. ഇവിടെ ഈ പൂ ഇതുണ്ടായിരുന്നു, അത് താഴെ പൊഴിഞ്ഞു പോയി. ഇതിൻ്റെ ഒരു അരി അവിടെ ഉണ്ട്. അതായത് കണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്, അറിയത്തില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. പിന്നെ നമുക്ക് പൂജാമുറിയുണ്ട്. പൂജാമുറിയുടെ പുറകാണിത്. നല്ല രസമാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ജിജീസ് നെസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് വരിക. നല്ല സ്ഥലമാണ്. കാത്തുനിന്ന് പോകാം നമുക്ക്. ഓക്കെ, ജിജീസ് നെസ്റ്റ് എന്നാണ്. എല്ലാവരും വരിക കേട്ടോ. നല്ല സ്ഥലമാണ്. ഇവിടെ ഹോം സ്റ്റേ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് ഇവിടെ താമസിച്ച് പോകാവുന്നതാണ്. ഇവിടുന്ന് അടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ടൂർ പോകണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കാം. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ കാല് പല സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ 2 മീൻ, കുറേ മീനുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ചത്തുപോയി. അപ്പോൾ ഇതിന് ബാക്കി 2 എണ്ണമല്ലായിരുന്നു. താര കിടക്കുന്നുണ്ടോ, ഒരെണ്ണം. പിന്നെ ആ സൈഡ് നിൽക്കുന്നുണ്ടോ, അത് 2ാമത്തെ. എന്നാലും തിന്നാൻ വേണ്ടി കുറച്ച് ഗപ്പികൾ ഇട്ടായിരുന്നു. പക്ഷേ ഗപ്പികൾ ഓടി നടക്കും ഇവിടെ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ആദ്യം പറഞ്ഞു പൂജാമുറി അങ്ങോട്ട് പോവാം. ലിവിംഗ് റൂം. ഇത് പൂജാമുറിയിലോട്ട് പോവാം. ഇതിന് മുന്നേ ഫസ്റ്റ്
അവിടെ നിന്ന് അവിടെ ഇല്ലേ നമ്മൾ കയറാൻ നോക്കിയ സ്ഥലം, അവിടെ നിന്ന് കയറാം. ഇവിടെയുണ്ട് കുറച്ച് മീനുകളുണ്ട്. നല്ല മണം വരുന്നുണ്ട് എൻ്റെ തോന്നുന്നു. ഞാൻ ചെവി വെച്ചേക്കുന്നുണ്ട് എൻ്റെ തോന്നുന്നു. ഇനി നമ്മളെ പൂജാമുറി, ഇത് തന്നെ പൂജാമുറിയുടെ ബാക്ക്. ഞാനും എൻ്റെ അപ്പുറത്ത് ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അനിയത്തിയും കൂടെ കഞ്ഞി വെച്ചും കളിക്കും ആ സ്ഥലമാണത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പുണ്ട്, ഇറങ്ങാനും അവിടെ ഇല്ല. ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം. ഇതാണ് ഇവിടെ നമുക്ക് പൂജാമുറിയിലോട്ട് പോകാം. ഇതാണ് പൂജാമുറി. തുളസിത്തറയുണ്ട്, ഒരു പൂജാമുറിയുണ്ട്. ഇവിടെ നല്ല സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് എല്ലാ സാധനങ്ങളും, അവിടെ ചക്ക മുറിച്ച അപ്പുറത്തേക്ക് തരും, ഇപ്പുറത്തുനിന്ന് ചക്ക മുറിച്ച അപ്പുറത്തോട്ട് കൊടുക്കും, അപ്പുറത്തോട്ട് കൊടുക്കും. അങ്ങനെയാണ് പൂജാമുറി. രസമില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് നിർത്താമെന്നല്ല, ഇനി നമ്മൾ വീഡിയോ കൊണ്ടുവരും. അപ്പോഴത്തേക്കും ബൈ.